അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആന കാടിറങ്ങി. ഇന്ന് രാവിലെ വെറ്റിലപ്പാറ 14 സമീപം ആനയെ കണ്ടെത്തി. 3 ആനകൾക്കൊപ്പമാണ് ഈ പരിക്കേറ്റ ആനയുടെ സഞ്ചാരം. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, ദൗത്യം ആരംഭിച്ചോ? ആനകൾ ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? ഒരു ദൗത്യത്തിലേക്ക് തുടങ്ങിയെന്ന് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു ദൗത്യത്തിലേക്ക് കടക്കണമെങ്കിൽ ആനയെ കൃത്യമായ ഒരു ഇടത്തിൽ കിട്ടണം, എങ്കിൽ മാത്രമേ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നിലവിലിപ്പോൾ ആന ഈ ചാലക്കുടി പുഴയോട് ചേർന്നുള്ള കാടിലാണ് നിൽക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ജലാശയത്തിനോട് ചേർന്നുള്ള ഇടത്ത് വെച്ചൊരു പക്ഷേ ഈ പറയുന്ന സ്ഥലത്ത്, അതായത് ജലാശയത്തോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ച് മയക്കുഴി വെക്കാൻ സാധ്യമല്ല എന്നതാണ്. കാരണം ഈ പറയുന്ന പലയിടങ്ങളിലും ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ആഴം കൂടിയ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഈ മയക്കുഴി വെച്ച ശേഷം ആന ഓടാനുള്ള സാധ്യതയുണ്ട്. അത് ആനയുടെ ജീവന് തന്നെ വലിയ അപകടകരമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്ലാന്റേഷനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആനയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ലൊക്കേറ്റ് ചെയ്തതായാണ് മനസ്സിലാക്കുന്നത്. ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ആന മറ്റ് ആനകൾക്കൊപ്പമുള്ള ആണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം, പറയൂ. മോത്തി, ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആനയെ ഒരു ഒറ്റ തിരിഞ്ഞ സ്ഥലത്തേക്ക് നീക്കുകയാണ്. നമുക്കവിടെ കാണാൻ കഴിയും. ഈ ആന കാടിനോട് ചേർന്ന സ്ഥലത്ത് നിന്നും ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും ആനയെ നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലവിലിപ്പോൾ ഈ ആനയെ ഇവിടെ നിന്ന് ഒറ്റപ്പെട്ടൊരിടത്തേക്ക് മാറ്റുക, അതാണ് ഈ പ്രധാനമായിട്ടും നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റേഷൻ ഭാഗത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ച് ഈ ആനയെ നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ മറ്റ് 3 ആനകൾ ഈ ആനക്കൊപ്പം ഉണ്ട് എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. ആ ശ്രമം ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അപ്പുറത്തെ സൈഡിൽ നിന്നും ഈ ആനയെ നീക്കാനുള്ള ശ്രമമാണുള്ളത്. പക്ഷേ ഈ ആന ഈ നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും നീങ്ങിയിട്ടില്ല. ഇങ്ങോട്ടോ, ആനകൾ കുറെ നേരമായി ഒരേ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുഴ കടന്ന അപ്പുറത്താണ് ആനയുള്ളത്. പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ഒറ്റതിരിഞ്ഞ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരിക്കേറ്റ ആനയാണ് വെറ്റിലപ്പാറ 14 ഭാഗത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മയക്കുവെടി വെക്കാൻ അനുയോജ്യമായൊരു പ്രദേശത്തേക്ക് സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിന്റെ നീക്കങ്ങളിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗഡോക്ടർമാരും അടങ്ങിയ സംഘം ചെയ്യുന്നത്. രാവിലെ മുതൽ അതേ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ആനയെ കണ്ടെത്താനായ സമയം മുതൽ ഇപ്പോഴത്തെ കുറച്ചുകൂടി വ്യക്തമായ സ്ഥലത്ത് ആന എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരിക്കേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ഇപ്പോൾ ഇതാ വീണ്ടും ഉൾവനത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആന മറ്റു 3 ആനകളോടൊപ്പം സ്ഥലത്തുണ്ട്. ആനയെ കണ്ടെത്തി പ്രത്യേകമായി മാറ്റി നിർത്തി മയക്കുവെടി വെച്ച് ചികിത്സിക്കുക എന്നതാണ് ദൗത്യ സംഘത്തിന്റെ ലക്ഷ്യം. ഡോക്ടർ അരുൺ സഖറിയ അടക്കമുള്ള സംഘം 3 ദിവസമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ആനയെ അവിടെ നിന്നും മാറ്റി കുറച്ച് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി
മയക്കുവെടി വെച്ച് ചികിത്സ ആരംഭിക്കുക എന്നതാണ് ദൗത്യ സംഘത്തിന്റെ ലക്ഷ്യം. അവർ ആ പ്രവർത്തനങ്ങളിലാണ്. ആന കുറേ നേരമായി ഒരു മണിക്കൂറിന് മേലെയായി ഒരു സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട്. പക്ഷെ ഒപ്പം മറ്റ് 3 ആനകൾ കൂടി ഉണ്ട് എന്നതാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. ആ ആനകളിൽ നിന്നും മാറ്റി നിർത്തി ചികിത്സ നൽകുക, മയക്കുവെടി വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടത്. അത് എത്രത്തോളം വിജയകരമായി ചെയ്യാൻ കഴിയുന്നു എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് ഈ സംഘം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനപാലകരുടെ സംഘം, ഒപ്പം മൃഗഡോക്ടർമാർ, അങ്ങനെ നിരവധി പേരടങ്ങിയ സംഘമാണ് അവിടെ ഉള്ളത്. ഇന്നലെ തന്നെ ദൗത്യ സംഘം വിപുലപ്പെടുത്തിയിരുന്നു.